ആ പറഞ്ഞോ. ഓണം മൂട് കേട്ടാ പാവം. അയ്യോ ഓണസദ്യ ഒന്ന് തിരിയോ, കുറച്ചുകൂടെ തരട്ടെ. മേഡ് ഇൻ തമിഴ്നാട്, അതും നമ്മുടെ തോവാളയെന്ന് വരുത്തിയതാണ്. കല്യാണ പയ്യൻ കണ്ണൂർ എത്തിയിട്ടുണ്ട്. കറച്ച് അമ്മു സാമ്പാറുണ്ട്, പായസമുണ്ട്. വേണ്ടേ അതൊന്നും? ചമ്മന്തി സാമ്പാർ വേണ്ടേ? വേണ്ട, അതാ സാമ്പാർ വെച്ചിതാ തീയാന കഴിക്കുന്ന വേണ്ടോ? ചമ്മന്തി വേണ്ടേ? പായസം വേണ്ടേ? ഓ പാൽപ്പായസം അല്ലടാ, അരിപ്പായസം. ഓ എല്ലാം കാണിച്ചു തരാം. ഓണമൂട് സെറ്റല്ലേ? അപ്പൊ ഹാപ്പി ഓണം. ഏത് മൂട്? എവിടെ കഥാനായിക? എവിടെ? ഏത് മൂട്? നിങ്ങളുടെ അമ്പലത്തിൽ ഭയങ്കര തിരക്ക്. നിങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നു അവിടെ? ഓ ഞങ്ങൾ ആ വഴി വന്നു. ആ ഇപ്പൊ സെയിം. നിങ്ങളുടെ ഭർത്താവിനെ പോലെ. ഞാൻ കേട്ടില്ല അത്. ആണെന്ന് മാത്രം പറ. ആണെന്ന് പറ. ശരിയാണ്, പറഞ്ഞത് ശരിയാണ് എന്ന് പറ. അതുകൊണ്ടാണല്ലോ ഞാൻ പുള്ളിക്കാരി കെട്ടിയത്. കഴിക്കണം. നമുക്ക് വീട്ടില് இந்த மாதிரி എല്ലാ ഓണത്തിനും കാലയില பண்ணுவாங்க. ஆமா, எனக்கு இது இல்லாம ഓണമില്ല. നാട്ടിലെല്ലാവരും രാവിലെ അട ഉണ്ടാക്കത്തില്ലേ, മറ്റേ പൂവട ഉണ്ടാക്കും. ഈ തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ തെച്ചിപ്പൂ ഒക്കെ ഇട്ടിട്ട് മറ്റേ ചുടുവല്ല, ആവിയേറ്റത്. ഞങ്ങളുടെ ചൂടുവാ ചട്ടി, മറ്റേ മൺചട്ടിയില് അങ്ങോട്ട് ചട്ടി. ഇത് ആവിയേറ്റ്. ഞാൻ കാണാറില്ല, അതുകൊണ്ട് ഞാൻ കേട്ടില്ല. ആദ്യം സാമ്പാറുമായിട്ടൊന്ന് നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് ഇച്ചിരി ചമ്മന്തി ഇതിലോട്ട് വെക്കുക, ഇച്ചിരി വാഴയ്ക്ക ഇതിലോട്ട് വെക്കുക. ഓക്കെ, ഇച്ചിരി പായസവും കൂടെ ഇതിൽ വെക്കുക. എന്നിട്ട് ഇച്ചിരി പപ്പടം ഇതിലോട്ട് പൊടിച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഇച്ചിരി വേണോ? പുറത്ത് നല്ല സണ്ണിക്കുട്ടം. അങ്ങനെ നമ്മളിതാ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നമ്മളിതാ അതെ, നമ്മളതാ പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ ഒരു പാർക്കിലേക്ക് പോവുകയാണ്. ആ സെയിം പാർക്കിൽ തന്നെയാണ് പോകുന്നത്. കാര്യം അവിടെ കുറച്ച് തണലും നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള, അതുപോലെ നമുക്കറിയാം ആ പാർക്ക്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ആ പറഞ്ഞോ.
ഓണം മൂട്. എല്ലാരും സെറ്റ് അല്ലേ? ഹാപ്പി ഓണം പറയും. ഹാപ്പി ഓണം. അപ്പൊ 2025 ഇതാ ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മളിതാ പോവാണ്. നമ്മുടെ സ്വന്തം പാർക്കിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ആ സെയിം പാർക്കിലേക്ക് തന്നെയാണ്. നമ്മുടെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അതെ. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഫുഡ് നമ്മുടെ സദ്യ വന്നിട്ട് നമ്മൾ പുറത്ത് പറഞ്ഞിരിക്കുവാണ്. നമ്മളിനി അവിടെ ഫുഡ് എടുക്കാൻ വേണ്ടി പോകണം. ഇവരെ പാർക്കിൽ കൊണ്ടാക്കണം. നമുക്ക് ഫോട്ടോസ് എടുക്കണം. ഗെയിംസ് ഉണ്ട്. അങ്ങനെ പല പരിപാടികളും ഉണ്ട്. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. 10-12 പേര്. നമ്മൾ എത്ര പേരുണ്ട്? 11. ഓക്കെ. അമ്മ വരും. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നേരെ പാർക്കിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ചെറിയ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നാട്ടിലെ ഇന്നലത്തെ തിരുവോണം നിങ്ങൾ പൊളിച്ചിട്ടുണ്ട്. ഈ വീഡിയോ വരുമ്പോൾ അറിയില്ല എപ്പോഴാണെന്ന്. എന്നാലും നാട്ടിലെ കഴിഞ്ഞ വർഷത്തെക്കാളും അടിപൊളിയായിരുന്നു. ഞാൻ കാണുന്നുണ്ട് കുറേ ട്രിവാൻഡ്രത്തായാലും നമ്മുടെ നാട്ടിലെ നെടുമങ്ങാടായാലും എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായിട്ട് ഓണം എല്ലാവരും ആഘോഷിച്ചു. എല്ലാം മിസ് ചെയ്തു. എന്തായാലും നമ്മൾ നേരെ പാർക്കിലേക്ക്. അപ്പോൾ എങ്ങനെ നേരെ പാർക്കിലേക്കല്ലേ? പിന്നെ അല്ലാതെ. അപ്പോൾ ഇവിടുത്തെ എത്രാമത്തെ ഫസ്റ്റ് ഓണാണോ? ഫസ്റ്റ് ഓണം. ഇവിടെ 3ാമത്തെ ഓണം. സെറ്റല്ലേ? കല്യാണ പയ്യൻ റെഡി. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പാർക്കിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മലയാളീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ടൈറ്റ് ആണ്. കാറുകൾ കണ്ടോ? ഫുള്ള് മലയാളികൾ കീഴടക്കി. എന്തായാലും കുഴപ്പമില്ല. മലയാളികൾ കൂടിയാൽ അടിപൊളിയായിരിക്കും. സെറ്റാവും. ഓക്കെ. ഫുൾ ടൈറ്റാ. ഒരു 10-300 പേരുണ്ട് അവിടെ. 300 പേര് അവിടെ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ മനസ്സിലായില്ല. ഫുള്ള് ഒരു ബുക്ക് ചെയ്ത പോലെയാണ്. കാറ്ററിംഗ് സർവീസ് ഷെഡൊക്കെ ഇട്ടിട്ടുള്ള വീടാണ്. വണ്ടിയുടെ കല്ലാണ്ട് ഞാൻ കാട്ടിയതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. ഈ തണലിലായിരുന്നു നമ്മളിരുന്നത്. ഇവിടെ ഇപ്പോൾ ഫുള്ള് ആൾക്കാരാണ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് മാറേണ്ടതുണ്ട്. കാര്യം അവരെല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സ്ഥലത്ത് കുറച്ച് ഫ്രീ ആവേണ്ടതാണ്. ഇപ്പം ഈ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് മാത്രമല്ലേ. ഇതൊരു വലിയൊരു ഗ്രൗണ്ടാണ്. എന്തായാലും നമുക്ക് അവരുടെ അടുത്തൊന്ന് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലം പിടിക്കാം. ഇവിടെ കണ്ടമാനം പാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം പിടിക്കാം. പക്ഷേ ഇപ്പം തന്നെ 12:30 മണി കഴിഞ്ഞു. ഇനി ഫുഡ് പോയി എടുക്കണം. സ്ഥലം കണ്ടുപിടിക്കണം. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പറയുന്നത് അവിടെ നേരെ പോയിട്ട് ആളിയാ എന്തൊക്കെയുണ്ട് വിശേഷം? മെമ്പർഷിപ്പ് കൊടുക്കണം ചോദിക്കാം. മെമ്പർഷിപ്പ് നാളെ എടുക്കാം. ഇപ്പൊ സദ്യ ഉണ്ടാ. നമ്മുടെ നാട്ടിലെ നല്ല മുട്ട പപ്സും ചിക്കൻ പപ്സും കട്ട്ലൈറ്റും പഴംപൊരി സദ്യയുടെ ബോക്സാണ് കേട്ടാ. പാവം. അയ്യോ ഓണസദ്യ ഒന്ന് തിരിയോ? കുറച്ചുകൂടെ തരട്ടെ. സെറ്റല്ലേ? പോവാം. വലിയ പരാതി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അവിടെ വന്ന് ഇടിച്ചാലേ കുഴപ്പമില്ല. അതാണ്. ഇവിടെ വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ജീവിതം ലൈഫ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. നേരെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ കൊണ്ടുപോയിക്കോളൂ. പിന്നെ നമ്മൾ നേരെ പോയി വീട്ടിൽ പോവുക, ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യുക, നേരെ ഫ്ലൈറ്റ് കയറി പോവുക എവിടെ നാട്ടിലേക്ക്. ഇവിടെ നിന്നതുകൊണ്ട് ഒരു പ്രയോജനം. വണ്ടി വന്ന് ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതെ അതെ അതെ. പെഡസ്ട്രിയൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഓവൻ ഫ്രഷിൽ ഫുഡൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ 13 പേർക്കുള്ള ഫുഡാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 11 ഗ്രൂപ്പും
2 ഇൻഡിവിജ്വൽ. 10 ഗ്രൂപ്പ് കിട്ടി, 3 ഇൻഡിവിജ്വൽ. 3 ഇൻഡിവിജ്വൽ. ലാസ്റ്റ് സമയമായതുകൊണ്ട് അവിടെ ഫുഡിന്റെ ഒക്കെ കുറച്ച് ഹറിബിറി കാരണം അവർക്ക് ലിസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അപ്പൊ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. കഴിഞ്ഞ വർഷം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പോയി. കാര്യം ഏതോ 15 പേർക്കുള്ള ഫുഡ് എന്തോ നമുക്ക് കിട്ടി, നമ്മൾ 12 പേരെന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡ് നമുക്ക് അധികം കിട്ടി. അപ്പോൾ അത് വേറെ ആർക്കോ പോകാനുള്ള ഫുഡായിരുന്നു. അപ്പോൾ എനിവേ എന്തായാലും നമ്മളിപ്പോൾ ഫുഡൊക്കെ എടുത്തു. നമ്മൾ ഇനിയിപ്പോൾ നേരെ തോംസൺ പാർക്കിലേക്ക് പോവുകയാണ്. തോംസൺ പാർക്കിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ ഒരു വലിയ പാർക്കാണ്. ഇവര് വൻ പാട്ടുകാരൊക്കെയാണ് കേട്ടോ. ഒരു പാട്ട് ഗായകനാണ്. നമുക്കൊരു ഇപ്പൊ ഒരു ജസ്റ്റ് 2 വരി മറ്റേ ഏത് പാട്ടാ പറഞ്ഞേ? ഒരു പാട്ട് പറയണ പാട്ടോട്. ഏത് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മനോണം പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് ഇനി വണ്ടി സിഗ്നൽ ഓടിച്ചില്ലെങ്കിൽ അതന്നെ, ഇനി മര്യാദക്ക് വണ്ടി ഓടിക്കാന്നുള്ളതാണ്. സെറ്റല്ലേ? എത്ര ദൂരം നടന്നു കൊണ്ടുവന്ന് അറിയാം. ഞങ്ങള് പിന്നെ പറഞ്ഞു വന്നു. ഞങ്ങള് ഫുഡ് എടുത്തിട്ടാണ് വന്നത്. 1 കിലോമീറ്റർ ഇതുമായിട്ട് നടക്കുക. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ഒരു വരവേൽപ്പിനായിതാ നമ്മുടെ ജമന്തി പൂവും, മഞ്ഞ ജമന്തിയും ഓറഞ്ച് ജമന്തിയും നാട്ടിൽ നിന്ന് വരുത്തിയതാ. മേഡ് ഇൻ തമിഴ്നാട്. അതും നമ്മുടെ തോവാളയെന്ന് വരുത്തിയതാണ്. തോവാളയെന്ന് ഞാൻ പറയട്ടെ. ആ മറ്റൊരു സിനിമ ഉണ്ടല്ലോ, മറ്റേ ആനയുടെ അവിടെ എന്തോ ചോദിക്കുമല്ലോ, മറ്റേ നമ്മുടെ KP ലളിത ഉണ്ടല്ലോ. നോക്കൂ ഇങ്ങനെ 2 കാല് ഇത് ഞാൻ ട്രോൾ ഇറക്കുന്നത്. ഇത് കൊള്ളാം. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ. അയ്യോ ഇതാരാ? ഞാൻ പറയുന്നത് ഉപ്പ് വിളമ്പണ്ട. അതെ, ചെറുതൊന്നും എടുക്കണ്ട. അങ്ങനെ നമ്മുടെ സദ്യ, നമ്മുടെ ഓണം എന്ന് പറയുമ്പോഴേ നമ്മുടെ സദ്യയാണ്. സദ്യ ഇപ്പോ എല്ലാം സെറ്റായി. ഇവിടെ എന്താ പരിപാടി? അയ്യോ പായസത്തിന് നിങ്ങൾ ആ വെച്ചിട്ടുള്ള പിള്ളേരെ കഴിഞ്ഞ് പെട്ടെന്ന് എന്ത് മീനോ കായക്ക அண்ணா எத்தனை வாட்டி ஓணம் செலிப்ரேட் பண்றீங்க? 16th ஓணம். ஓகே. I'm only 16 years old. அல்ல அண்ணனு ஓகே ஓகே ஓகே. நான் கேட்குறேன், நீங்கள் ஓணம் மலையாளம் ஓணம் வந்து செகண்ட் டைமா அதோ தேர்ட் டைமா அதோ ஃபோர்த் டைமா? More than 6, 7 times, 8 times. சரி 8 டைம். ஆனால் ரொம்ப செலிப்ரேஷனாக இருந்தது. ஆனால் இப்போ தான் இந்த வாட்டி கொஞ்சம் டெம்பிள் ப்ராப்ளம். ஓகே ப்ரோ. தமிழ்நாடு, ஸ்ரீலங்கா. ஓகே ஓகே ஓகே. நீங்கள் ஓணம் சத்யா சாப்பிட்டு ஃபர்ஸ்ட் டைம்?
ഇവിടെ ഇവിടെ നോക്ക്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി, നൈസ്, വേറെ ലെവല്, ഒന്നും പറയാല. ഇത് കല്യാണ സദ്യയും ഓണസദ്യയും കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഒരു ഫീലിംഗ് ഉള്ളൂ. ശരിക്കും നാട്ടിലെത്തി പോലെ എന്ത് വിറങ്ങലിച്ച് പോയി. എനിക്ക് സദ്യ എങ്ങനെയുണ്ടായി? അഞ്ജലി സദ്യ എങ്ങനെയുണ്ടായി? സദ്യ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇത്തിരി തണുത്തു പോയി. അപ്പൊ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് വീട്ടിൽ ചെന്ന് ചൂടാക്കി ചൂടോടെ കാര്യത്തിൽ മാത്രം കെട്ടിയാലും സദ്യ എങ്ങനെയുണ്ടായി? സൂപ്പർ സദ്യ. തണുത്തു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. എപ്പടി കോവില എല്ലാം പോച്ച്. എല്ലാരും ഹാപ്പി ആവണോ അല്ലേ? ഹാപ്പി ആവണം. സെറ്റ് അല്ലേ? എല്ലാരും വളരെയധികം സന്തോഷിച്ചില്ലേ ഇന്ന്? അടിപൊളി. ഓണത്തിന് ഡാൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രാക്ടീസ് ഇനി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടി. ഗെയിമിന് വീട്ടിലോട്ട് പോകണമെന്നാണ് എല്ലാവരും പറയുന്നത്. കാര്യം ഇവിടെ തണുപ്പുകൊണ്ട് ഒരു രക്ഷയില്ല. വെതർ ഇച്ചിരി മോശമായി വന്നോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ അടിപൊളിയായിരുന്നു. സദ്യ സെറ്റല്ലേ? കിട്ടില്ല സദ്യയാണ്, കിട്ടില്ല സദ്യ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒക്കെ കിട്ടില്ല, കിട്ടില്ല. ഓരോ കറികളുടെ ടേസ്റ്റ് ഉണ്ടോ ശരിക്കും നമ്മുടെ നാട്ടില് ഓണസദ്യ കഴിച്ചാൽ ഒറ്റ ഫീല്. അതെ അതെ അതെ. നല്ല നെയ്യുള്ളതോ? ദുഷ്ടേ, ക്രൂരേ, പഞ്ചകി. അപ്പൊ എല്ലാം സെറ്റല്ലേ? അപ്പൊ നമ്മള് തിരിച്ചു പോവാൻ പോവാ. പിന്നെ ഒന്ന് ചിരിച്ചിരിച്ച് കണ്ണീര് കണ്ണീര് വന്നു. ഓക്കെ, നമ്മളിത് ഇവിടെ തിരിക്കാൻ പോവാണ്. ഫണ്ണായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. വീട്ടിൽ ചെന്ന് ഗെയിംസും കൂടെ സെറ്റ് ആക്കുമ്പോൾ പൊളി. ഓണം ഗെയിംസ് വേണം എന്നാലും ഒരു. അപ്പോ ഇതാ എല്ലാവരെയും കണ്ട അഞ്ജലി, എല്ലാവരുടെ കയ്യിലും കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഓണം റീ സെലിബ്രേഷനാണ്. ഓണം 2.0. ഓ പാവ അലീന, കഷ്ടപ്പാട് കണ്ടോ കണ്ട. അയ്യോ നമ്മുടെ അയ്യോ സ്നേഹമാ, അയ്യോ 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 ഓ അങ്ങനെ നമ്മുടെ സമ്മർ തീരാറായി. സമ്മർ തീർന്ന് ഇതാ വിൻ്റർ ആകാറായി. അപ്പോൾ അതിൻ്റെ നിങ്ങൾ കാണുന്ന പോലെ, നിങ്ങൾ ഈ കാണുന്നത് പോലെയല്ല, ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ഏകദേശം സമയം 6:30. ഐസ്ക്രീം ഇപ്പോൾ തണുപ്പത്ത് തണുക്കുന്നില്ലേ? എന്നിട്ട് പിന്നെ എന്തിനാ നീ ജാക്കറ്റ് ഇട്ടേക്കുന്നത്? വേണ്ട, ബാക്കിൽ എല്ലാവരും കണ്ടോ നൈജീരിയൻസോ അങ്ങനെ സംതിങ് എന്തോ. ഐസ്ക്രീമിൻ്റെ വണ്ടി ഇതിപ്പോൾ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഐസ്ക്രീം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? പനി എല്ലാം അറിയാം. അതിന് ഐസ്ക്രീം വീട്ടിൽ ആവശ്യം പോലെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഓണം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും ഇത് വണ്ടിയൊക്കെ ഇവിടെ വലിയ പാർക്കാണ്, ശരിക്കും ആൾക്കാരുണ്ട് ഇവിടെ. ഏകദേശം ഇനിയൊരു അടുത്ത വീക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പാർക്കിലൊന്നും ആർക്കും ഉണ്ടാവില്ല. കറക്റ്റാണ് കേട്ടോ. അങ്ങനെ സുന്ദരിക്ക് പൊട്ടു തൊടാൻ വേണ്ടിയിട്ട് ഏകദേശം സുന്ദരിയുടെ കണ്ണ് വരെ എത്തിയിട്ടുണ്ട്. ഓ കറക്റ്റ്, ഇത് കറക്റ്റ്. ഏയ് അലക്സ, സ്റ്റോപ്പ് ദ മ്യൂസിക്. അത് കറക്റ്റ്.
കറക്റ്റ് ചേട്ടാ, അടിപൊളിയായി. എന്താടാ ഇത്? എങ്ങനെ എനിക്ക് കൂടെ കാണിച്ചു. വഴി തെറ്റിച്ചല്ലോ, ഇതുവരെ കൊണ്ട് എത്തിച്ചില്ലേ? പൊക്കോ. ചെവി മേനെടുത്തു. അവൻ പുറത്തായോ? ഓക്കെ. മീനു ലെഫ്റ്റ്. അയ്യോ, എനിക്ക് എന്തും ചോരയിൽ കിടന്ന് തുള്ളിക്കിളക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അല്ല, അങ്ങ് കോട്ടയത്തിന്റെ അങ്ങ് അപ്പുറത്ത് എവിടെ, എറണാകുളം തൃപ്പൂണിത്തുറയിലുള്ള ഏതാണ്ടൊക്കെ അടുത്ത്. ആ സുന്ദരിയെ അങ്ങ് അതിയായ ഇഷ്ടത്തോടെ പൊട്ടില്ലേ നോക്കി കയ്യില്. ഓ, ഇത് കാണാൻ തോന്നുന്നു കേട്ടാ. കയ്യേട് കുത്തിയോ? കാണാമല്ല സീരിയസ് ഇല്ല. തപ്പല്ലേത് തപ്പൂല. ഇല്ല തപ്പാൻ പറ്റൂല. കുത്ത് ഉമ്മ വയ്ക്കാൻ പോണോ? ഇതെന്താണ് ഇവിടെ എന്തോ പരിപാടി ഇവിടെ? കറക്റ്റാ. അതെ, ഭയങ്കരം തന്നെ. കണ്ണിലൊരു ഉണ്ണി. എന്താ
സുന്ദരി 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 സുന്ദരിയുടെ കണ്ണ് മൂക്ക് 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 അത് മൂക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് பாரு ஃபர்ஸ்ட் பாரு எங்க பாக்க போட பாரு கரெக்ட்டா ஏ ஏ சூப்பர் அப்ப பாத்தியாடா இல்ல தெரிய வருதா ஷூர் ഇനി ടൈറ്റ് അതുകൊണ്ട് ഈ ബോള് അഞ്ജലി ഇവിടെ നിന്ന് എറിയും അത് ഇങ്ങനെ അല്ല എറിയണം അഞ്ജലി ഇതാ ബൗൺസ് ചെയ്യിപ്പിച്ച് എറിയും ഇപ്പൊ കൈ കൊണ്ട് പിടിച്ചില്ലേ അതുപോലെ അവ പിടിക്കണം പക്ഷെ പിടിക്കേണ്ടത് മഗ് കൊണ്ടാണ് കൈ ഉപയോഗിക്കാൻ പാടില്ല ഇനി ടൈറ്റ് ആയിട്ടില്ല അത് മതി. ഓക്കെ. ഷൊണ്ണ ഗെയിമുമായിട്ട് വന്നോളും അത് രണ്ടാമത്തെ ബൗൺസിന് ഒറ്റ ബോൾസ് പറ്റുള്ളൂ രണ്ട് പോയിന്റ് ഇനി ലാസ്റ്റ് ബൗൺസ് ആണിത് അതന്നെ ചെയ്യാൻ റിപ്പീറ്റ് അത് പറ്റില്ല നീ ഇവിടെ കുത്തി ഒറ്റ അപ്പൊ 2 ആയേ അടുത്തത് ഇനിയും ചാൻസ് ഉണ്ട്. അത് തന്നെ 2 റെഡി 1 2 3 സ്റ്റാർട്ട് സെയിം റിപ്പീറ്റ് 1 2 എനിക്കണ്ടേ Can we play 2 games of this? Yeah. Because I want to do the song. Just a minute. ഗേസ് അപ്പൊ 2 ഗെയിമിലും ഞാൻ വിൻ നേടിയിരിക്കുവാണ്. ചെറുത്തിലോ അല്ല, കഴിഞ്ഞ ഗെയിമിൽ ഞാനല്ലേ വിൻ ചെയ്തത്. ഞാൻ എന്റെ കപ്പളുമായിട്ടുള്ള ഗെയിമല്ലേ വിൻ ചെയ്തത്. ആണോ അല്ലയോ? ആണോ? ഇതുള്ള ഈ മങ്കിയിൽ ഞാനല്ല വിൻ ചെയ്ത. ഓക്കെ, അപ്പൊ എന്തായാലും ഓണം ഇങ്ങനെയൊക്കെയാണ് അല്ലെ? സെറ്റല്ലേ ഓണം? അയ്യോ ചിരി അടുത്ത ഗെയിമുമായിട്ട് മീൻ വരുവാണ്. ഇനി എന്ത് ഗെയിം? അമ്മ ചെയ്യാനേ സ്റ്റാർട്ട് പറഞ്ഞാൽ മതി. അമ്മ സ്റ്റാർട്ട് പറ. 2 1 go. നമ്മുടെ കളിച്ചു തുടങ്ങി. കൊടുത്തില്ല.
പറയട്ടെ എന്തോ മനസ്സിലായി Three, two, one, go. What are you doing? കുളം പിന്നെ കര കുളം കര ദൈവമേ എല്ലാരും കൂടി കുളം കര കുളം കര കുളം കുളം കര കുളം കര കുളം കര ചേട്ടാ കാല് വേദന കര കുളം കര കുളം ചാടന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ടീം ഇതാ പോവാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഓണം ഇതാ അവിടെ. ഓണം കഴിഞ്ഞെന്ന് വിചാരിക്കരുത്, നാളെയും നമുക്ക് നമുക്കൊരു ഓണം ഉണ്ട് കേട്ടോ. കാര്യം നമ്മള് ഡൗൺ ടൗണിൽ പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു തിരുവോണം. അതന്നെ നാളത്തെ ക്ലൈമറ്റിന്റെ ഒരു വെതറിന്റെ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ള അങ്ങനെ ഉത്രാടം കൂടാനായിട്ട് പോകണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോയി കളിയാ. ഇപ്പൊ ഓൺ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ വീഡിയോ, അതായത് നമ്മള് വല്ലപ്പോഴൊരിക്കൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങള് ഈ വീഡിയോ നിങ്ങള് ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ ഈ ക്ലൈമാക്സ് കാണാൻ പറ്റത്തുള്ളൂ. ഈ ക്ലൈമാക്സ് കാണുന്നവര്, അതെ അതെ, ക്ലൈമാക്സ് കാണുന്ന ആൾക്കാര് എന്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സീരിയസ്ലി. ആ ഒരു കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഒരു 1510 ആ ഒരു റേഞ്ചിൽ നിൽക്കുക. നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി പിടിക്കണം. ഒന്നൊരു കമന്റ് വീഡിയോ കേറട്ടെ. അതെ നമുക്കൊരു പണി ഓണത്തിന് പുള്ളി പാട്ട് പാടാൻ പോവുക. പാട്ട് പാടാനല്ല, നമുക്കൊരു പണി ചെയ്യാം. ഈ കൂടുതൽ 2000-3000 ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്കൊരു ഞാൻ ഈ ചാനൽ 2500 സബ്സ്ക്രൈബർ ആവുമ്പോ നീബു 2500-3000. അയ്യോ അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേ തരും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ കാനഡയിൽ നിൽക്കുവാണ്. കാനഡയിൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാട്ടിൽ വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഗീവ് അവേ ഉണ്ടാവും. ഗീവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1, അതായത് നാട്ടില് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഇനി എന്തായാലും എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കാണുന്ന എല്ലാ ആൾക്കാരും, ഓക്കെ? ഈ കാണുന്ന ഈ കൂടെ നിൽക്കുന്ന എല്ലാരും ഷെയർ ചെയ്യണം. ഇല്ലല്ലേ, ഈ വീഡിയോ അടുത്ത 2026 അല്ല, ഈ 2025 അടുത്ത ആഴ്ച ലാസ്റ്റ്, അതായത് നമ്മുടെ അടുത്ത വീഡിയോ, അടുത്ത വീക്ക് നമ്മളെ ഇപ്പോഴത്തെ വീഡിയോ ലാസ്റ്റ് വീഡിയോ ഏതാണെന്ന് അറിയാവോ? അറിയില്ല. കേട്ടോ, ഈ ടീമിന് പോലും അറിയില്ല. അതെ. അപ്പൊ ഒട്ടാവയിലെ ലാസ്റ്റ് വീഡിയോ ഉണ്ട്. നമ്മള് ലാസ്റ്റ് മൗണ്ട്രയിലൊക്കെ പോയ ഒരു വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ, അതായത് അടുത്ത ഒരാഴ്ചക്കകത്ത് ഈ ഓണം വീഡിയോ 2024 ഞാൻ ഇവർക്ക് അറിയാമോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് എഴുതിയിട്ട് ഞാൻ ഈ ബിഗ് ബോസ് കണ്ടേ ഞാൻ ഒരു ഇതിലേക്ക് ആയിപ്പോയി. എനിവേ എന്തായാലും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നിങ്ങൾ എന്തോ ഉഷാറായിട്ട് ഹാപ്പി ഓണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരൊക്കെ